Hi traders, welcome back. This is Vipin Mohan. So ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അമേസിംഗ് ടൂളാണ്. നമുക്കറിയാം ആസ് ട്രേഡേഴ്സ് നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. ചാർട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവാം, ബ്രോക്കേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ന്യൂസ് കിട്ടുന്ന അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, റൈറ്റ്? കാരണം ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മാർക്കറ്റിലേക്ക് വന്ന് ചാർട്ട് എടുത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടൂളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡാഷ്ബോർഡ് ആൻഡ് സ്ക്രീനേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ പല ആൾക്കാരും ഓൾറെഡി പല ഡാഷ്ബോർഡ്സ് അല്ലെങ്കിൽ പല സ്ക്രീനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്, ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്താണ്, കമ്മോഡിറ്റിയുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ETFs എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡാഷ്ബോർഡിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നോർമലി ആസ് എ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് നമുക്കൊരു മാർക്കറ്റിൻ്റെ എല്ലാ സൈഡും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഡാഷ്ബോർഡ് പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ നോർമലി സ്ക്രീനേഴ്സ് യൂസ് ചെയ്യും. കാരണം നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കൊടുത്ത് അവിടെ വരുന്ന സ്റ്റോക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് സ്ക്രീനേഴ്സ് ആൻഡ് ഡാഷ്ബോർഡ്സ് അവൈലബിൾ ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദം വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഫ്രീ ആയിട്ട് ഉണ്ടാവുക. ബട്ട് മോസ്റ്റ് ഓഫ് ദ തിങ്സും അതൊരു പേവാളിൻ്റെ ബിഹൈൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഞാൻ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ചാർട്ടിങ്ങും ട്രേഡ് ടൈഗർ, ഷെയർഖാൻ്റെ ട്രേഡ് ടൈഗറും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എൻ്റെ ഒരു യൂസ് കേസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫയേഴ്സിൻ്റെ സ്ക്രീനർ ആൻഡ് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത്. നിങ്ങളൊരു ട്രേഡറാണ്, ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ഡാഷ്ബോർഡ് ആൻഡ് സ്ക്രീനർ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഡേ ടു ഡേ മാർക്കറ്റ് ആക്ടിവിറ്റി ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് വേറെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള സ്ക്രീനേഴ്സും ഡാഷ്ബോർഡൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ലോജിക്കലായിട്ടായിരിക്കണം. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തുറന്നു വെച്ചുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു എക്സാക്ട് പ്ലാൻ ഉണ്ടാവണം. പ്രീ മാർക്കറ്റ് പ്ലാൻ എന്താണ്, പോസ്റ്റ് മാർക്കറ്റ് പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് മാർക്കറ്റ് ഏത് സമയത്താണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്, ഇതുപോലെയുള്ള പ്ലാൻസ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് നമ്മളുടെ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫയേഴ്സിൻ്റെ trade.fires.in എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷനാണ്. സോ ഇവിടെ ഒരുപാട് മുകളിൽ ഞാൻ ഈ മൗസ് പോയിൻ്റ് ചെയ്യുന്ന ഏരിയയിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് നമുക്ക് കാണാം. അതെന്താണെന്നുള്ളത് അതിൻ്റെ അടുത്ത് കൊണ്ട് മൗസ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് MTF ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് ഫയേഴ്സിൻ്റെ സ്കാൾപ്പർ ടെർമിനൽ. തേർഡ് ഓപ്ഷനായിട്ട് വരുന്നതാണ് വിസിറ്റ് ഡിസ്കവർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതിനുള്ളിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത്. അവിടെ നമുക്ക് കുറച്ച് സ്കാനേഴ്സ് പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് ക്ലിക്ക്. ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ടാബ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊരു മസ്റ്റാണ്. ബിക്കോസ് ഇതല്ല എന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് നോക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തോന്നും നമ്മൾ എങ്ങോട്ടും എത്തുന്നില്ല എന്ന്. കാരണം ഒരു ദിവസം നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. ബട്ട് ഒരു മാസം, 2 മാസം, 3 മാസം നമ്മൾ ഓവറോൾ മാർക്കറ്റ് ഹെൽത്തും അതിൻ്റെ കൂടെ നമ്മളുടെ ട്രേഡ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് നമുക്കൊരു പാറ്റേൺ അവിടെ ഇവോൾവ് ആയി വരുന്നത് കാണാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല, നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. ഇത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബാക്കി എല്ലാവരെയും പോലെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് മാർക്കറ്റ് ഓവർവ്യൂ എന്നുള്ള ഒരു പോയിൻ്റാണ്. ഈ മാർക്കറ്റ് ഓവർവ്യൂവിൽ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡൈസസ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. NSE ആൻഡ് BSEയുടെ മെയിൻ ഇൻഡൈസസ് ഒക്കെ ഇവിടെ ലിസ്റ്റഡ് ആണ്. ഞാനതിൽ NSE മാത്രമേ നോക്കാറുള്ളൂ, BSE ഞാൻ നോക്കാറില്ല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സെക്ടറൽ, തിമാറ്റിക് ആൻഡ് കമ്മോഡിറ്റി. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു ജനറൽ മാർക്കറ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് എങ്ങനെയാണ് ജനറലി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് മൊത്തം ഗ്രീൻ ആണോ, മൊത്തം റെഡ് ആണോ, ഹൈലി റെഡ് ആണോ, ഹൈലി ഗ്രീൻ ആണോ, നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഒരു ഏകദേശം ഒരു സെൻറ്റിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ആക്ച്വലി റൺ ചെയ്യുന്ന ട്രേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻഫർമേഷൻസ് ആയിരിക്കും.
എന്ന് വെച്ച് ഇതിനകത്ത് എല്ലാം റെഡാണ്, അപ്പോൾ ഞാൻ ഷോർട്ട് തന്നെ എടുത്തേക്കാം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പിന്നെയുള്ളത് സെക്ടറൽ ഇൻഡീസ് ആണ്. നമുക്കറിയാം സെക്ടർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല സമയങ്ങളിലും ഓരോ സെക്ടർ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു സെക്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് സ്റ്റോക്ക്, അതിനുള്ളിലുള്ള ഒരുപാട് സ്റ്റോക്ക് ഒന്നിച്ച് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ സെക്ടറൽ ഇൻഡീസസ് നമുക്ക് ഒരുപാട് ഇവിടെ അഗെയിൻ NSE ആൻഡ് BSEയുടെ കൊടുത്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക, NSE അല്ലെങ്കിൽ BSE. ഞാൻ നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത് NSE ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെയും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എങ്ങനെയാണ് ഇത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. സപ്പോസ് ഒരു ഡേ നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടുകയാണ് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ, ഹെൽത്ത് സെക്ടറിൽ നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടുകയാണ്, ഒരു ലോങ് ട്രേഡ്. ബട്ട് നിങ്ങൾ ഈ ഒരു സെക്ടറൽ മാർക്കറ്റ് ഓവർവ്യൂവിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ളി മാർക്കറ്റ് ഗ്രീനാണ്, ബട്ട് ഹെൽത്ത് കെയർ മാത്രം റെഡാണ്. ആ ഡേ നിങ്ങൾക്ക് ഹെൽത്ത് കെയറിലൊരു ലോങ് ട്രേഡ് കിട്ടുവാണ് നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ച്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സെറ്റപ്പിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കും. ഇവിടെ ഒന്ന് റെഡ് കണ്ടു എന്ന് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കില്ല. സപ്പോസ് അതിനുശേഷം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഡെഫിനറ്റ്ലി ജേണലിൽ ഒരു കാര്യം നോട്ട് ചെയ്യണം. കാരണം എല്ലാം ഗ്രീൻ ആയിരുന്നു, ബട്ട് എന്തോ കാരണം കൊണ്ട് ഹെൽത്ത് കെയർ റെഡായിരുന്നു. അന്ന് ഞാൻ ഹെൽത്ത് കെയറിൽ ഒരു ലോങ് ആണ് എടുത്തത്, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. കാരണം ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ഇൻഫർമേഷനാണ്, അത് ആക്ഷനബിൾ അല്ല. ബട്ട് ഇതെങ്ങനെയാണ് ഒരു പാറ്റേൺ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഡെയിലി നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ മേ ബി നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് വേറൊരു സെക്ടറിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് വരികയാണ്, എഗെയിൻ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പാറ്റേൺ എമർജ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത്. സോ ഇതെനിക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ രീതിയിൽ നമുക്ക് ഫോർവേഡ് ടെസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ബാക്ക് ടെസ്റ്റിങ്ങിന് പകരം ഫോർവേഡ് ടെസ്റ്റിംഗ്. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോർമലി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം എല്ലാ ഇൻഡിസസും കമ്പയർ ചെയ്യുക, അതിനുശേഷം ഇത് റെഡാണോ ഗ്രീൻ ആണോ നോക്കുക, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, റൈറ്റ്? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓവർവ്യൂ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ളത് തിമാറ്റിക് ഇൻഡൈസസ്. നമുക്കറിയാം നോർമലി കമ്മോഡിറ്റീസ്, CPSE ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ കമ്മോഡിറ്റി. ഈ കമ്മോഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്മോഡിറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്മോഡിറ്റി ഇൻ്റർനാഷണലാണ്, റൈറ്റ്? അലുമിനിയം ആയിക്കോട്ടെ, ക്രൂഡ് ആയിക്കോട്ടെ, ഇതൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് ഈ കമ്മോഡിറ്റിയിൽ നോക്കിയാൽ ജനറലി മനസ്സിലാവും. അല്ലെങ്കിൽ ഏത് സീസണാണ്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ബ്രോഡ് സെക്ടറൽ ആൻഡ് തിമാറ്റിക് എന്ന് പറയുന്നത് ഇന്ത്യ ബേസ്ഡ് ആണ്. അതേസമയത്ത് കമ്മോഡിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആയിരിക്കും. ഇനി ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ റൈറ്റ് സൈഡിൽ എൻ്റെ ഇത് ഹോവർ ചെയ്യുന്ന ഏരിയ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇവിടെയാണ് റിലേറ്റഡ് ന്യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ഇവിടെ ഒരു ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ്സ് അനദർ യൂസ്ഫുൾ ടൂൾ. അത് ന്യൂസ് ഇവിടെ നമുക്ക് ഓണാക്കി കുറച്ച് സെറ്റിങ്സ് ഇവിടെ ചെയ്യാനുണ്ട്. ഏതൊക്കെ ന്യൂസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതുപോലെ ഡെറ്റ് അല്ലെങ്കിൽ ബ്രോഡ് മാർക്കറ്റ് ഇക്വിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ഏരിയയിൽ ന്യൂസ് ഇൻഫർമേഷൻസ് ഡിസ്പ്ലേഡ് ആവുന്നത്. ന്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ന്യൂസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് എങ്കിലും ആസ് എ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആവാറുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ന്യൂസ് നോക്കുന്നത്. സോ നമുക്ക് ഒരു പേജിൽ 2 കാര്യം കിട്ടി. ഒന്ന് ഹോൾ മാർക്കറ്റ് ഓവർവ്യൂ, ദെൻ ബേസിക് ന്യൂസസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കിവിടെ കിട്ടി. നെക്സ്റ്റ് സ്ക്രീനേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഹോമിൻ്റെ സൈഡിൽ ഒരു സ്ക്രീനർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രീനർ ഓപ്ഷനിൽ നമ്മൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ, അതായത് നമ്മളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസാണുള്ളത്. ഇവിടെ നമുക്കൊന്ന് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് സ്ക്രീനേഴ്സ്, മാർക്കറ്റ് മൂവേഴ്സ്, മൊമെൻറ്റം സ്ക്രീനേഴ്സ്, ബ്രേക്ക്ഔട്ട്, കോൺട്രേറിയൻ, ഫണ്ടമെൻ്റൽസ്, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ETF, കമ്മോഡിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ടെക്നിക്കൽസ്. ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം ഓരോരുത്തരുടെയും യൂസ് കേസ് ഡിഫറൻ്റ് ആയിരിക്കും. ഓപ്ഷൻ ട്രേഡേഴ്സ് ഉണ്ടാവാം, ഫ്യൂച്ചേഴ്സ് ട്രേഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സ്ക്രീനേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ കണ്ടത്, ഏത് സ്ക്രീനറും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇത് നോർമലി എല്ലാം പെയ്ഡ് സ്ക്രീനറിൽ മാത്രം കാണുന്ന കാര്യമാണ്. സോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻട്രാഡേ സ്പേർട്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീനറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്കാനർ എന്താണ് എന്നുള്ള കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിംബൽസ് വിത്ത് ഹയസ്റ്റ് പ്രൈസ് ഗെയിൻസ് ഇൻ ലൈവ് മാർക്കറ്റ് ഷോക്കേസിംഗ് ടോപ്പ് പെർഫോമൻസ്. സോ ഓരോ സ്കാനറും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതുപോലൊരു സ്ക്രീനർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് വേണ്ട രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മുകളിൽ ഒരു ഹാർട്ട് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ടോപ്പ് കോർണറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്തോ ആ രീതിയിൽ
സേവ് ആയിട്ട് നമ്മളുടെ ഫേവറേറ്റ് സ്ക്രീനേഴ്സിലുണ്ടാവും. സോ നമുക്ക് ക്വിക്ക് ആക്സസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതായത് ആഫ്റ്റർ മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ് റൂട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മെൻറ്റർഷിപ്പിലാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ സപ്പോസ് നിങ്ങൾക്ക് ഈ ഡാറ്റാസ് അല്ല വേണ്ടത്, കുറച്ച് എക്സ്ട്രാ ഡാറ്റ പോയിൻറ്റും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്ലസ് സൈൻ കൊടുക്കുക. ഇത് നോർമലി എല്ലാം പെയ്ഡ് സ്ക്രീനേഴ്സിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ 6 month പ്രീവിയസ് ക്ലോസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളിവിടെ കൊടുത്ത് ആഡ് ചെയ്യുക. സോ ആ ഒരു ഡാറ്റ ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് 6 months മുമ്പുള്ള ഇതിൻ്റെ ക്ലോസ് എന്തായിരുന്നു. സോ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത്. ഇത് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഫേവറേറ്റ്സ് നിന്ന് മാറ്റി വീണ്ടും ഒന്ന് ഫേവറേറ്റ്സിലേക്ക് കൊടുക്കുക. പുതിയ സെറ്റപ്പ് അതുപോലെ സേവ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കുറച്ച് സ്ക്രീനേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ നോർമലി ഡെയിലി ചെക്ക് ചെയ്യുന്ന കുറച്ച് സ്ക്രീനേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് കഴിയുമ്പോൾ എന്താണ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്നുള്ളത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ മാർക്കറ്റ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് റെഡാണ്. സോ എന്താണ് റെഡ് ആവാൻ കാരണം? ജസ്റ്റ് നമുക്ക് ടോപ്പ് ലോസേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് സെക്ടറാണ് കുറച്ചുകൂടി നെഗറ്റീവ് സൈഡിൽ, എന്തുകൊണ്ടായിരിക്കും. ജസ്റ്റ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. എഗെയിൻ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിഫ്റ്റി 500 ആണ് സെലക്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാം. ടിക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. ബ്രോഡ് ഇൻഡൈസസ് വേണമെങ്കിൽ അങ്ങനെ, അതല്ല സെക്ടർ ഇൻഡൈസസ് ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊത്തം നിഫ്റ്റി ഒന്നിച്ച് കാണണോ, സോ NSE സ്റ്റോക്സ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കും ഒന്നിച്ച് കാണണം, ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഒന്നിച്ച് വരും. സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് മാർക്കറ്റിൻ്റെ ഒരു ജനറൽ സെൻറ്റിമെൻറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഇത് ഫുൾ ടൈം നോക്കിയിരിക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സപ്പോസ് നമ്മൾ ഇവിടെ നിന്ന് പ്ലസ് ചെയ്ത് നമുക്ക് 52 വീക്ക് ഹൈ ഇവിടെ കൊടുക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 52 വീക്ക് ഹൈ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിവിടെ ആഡ് ആയി കഴിഞ്ഞു. അത് നമുക്ക് ഇവിടെ കോളത്തിൽ പോയിട്ട് നമുക്കത് സെലക്ട് ചെയ്ത് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി എന്താണ് പ്രൈസ്, 52 വീക്ക് ഹൈ എത്രയായിരുന്നു. ഇനി 52 വീക്ക് ഹൈയിലേക്കുള്ള പെർസെൻറ്റേജ് ആണോ അതും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ നിങ്ങളുടെ ഇമാജിനേഷനിലുള്ള ഓപ്ഷൻസും വെച്ച് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അധികം കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് ഒരു ജനറൽ സെൻറ്റിമെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫയേഴ്സിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.